ഗബ്രിയും റസ്മിനും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായ സാഹചര്യത്തിൽ തന്റെ അച്ഛനും അമ്മയും ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയത്ത് കിട്ടിയ ഇൻഫോർമേഷൻസ് പ്രകാരം ജാസ്മിന്റെ ഗെയിം ചേഞ്ച് ആവാനായിട്ട് രണ്ട് സാധ്യതകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ആകെ മൊത്തം പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ട് ആകെ ഡിപ്രഷൻ അടിച്ച് ഗെയിം ഒന്നും കളിക്കാൻ പറ്റാതെ ജാസ്മിന്റെ പണി തീരും. അങ്ങനെയാണ് നമ്മൾ ഒരു സാധ്യത പറഞ്ഞത്. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം, പുറത്തെ തന്റെ ജനപിന്തുണ കൂട്ടി ഉറപ്പിക്കാൻ, അതുപോലെ തന്നെ പുറത്ത് കുറച്ച് പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് എല്ലാ കണ്ടസ്റ്റൻസിലേക്കും ഗെയിം ഡീവിയേറ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഒരു ഗെയിമർ ആയിട്ട് ജാസ്മിൻ മാറുമെന്നായിരുന്നു നമ്മുടെ രണ്ടാമത്തെ സാധ്യത. ഇന്നത്തെ ലൈവ് കാണുമ്പോൾ എനിക്ക് ആ രണ്ടാമത്തെ സാധ്യതയിലോട്ട് പോകാനാണ് തോന്നുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. അങ്ങനെ ലൈവില് സായിയും അഭിഷേകും ജാസ്മിനും എല്ലാവരും കൂടി ഇരുന്ന് നമ്മുടെ നോറ പാരന്റ്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത കാര്യത്തെ പറ്റി സംസാരിക്കായിരുന്നു. ബിഗ് ബോസ് ഹൗസിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും തന്റെ പാരന്റ്സ് വേണ്ട സമയത്ത് തന്റെ ഒപ്പം നിന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അവരായിട്ട് വലിയൊരു ബന്ധത്തിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ നോറ പലവട്ടം അവിടെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ മറ്റുള്ള കണ്ടസ്റ്റൻസ് സിജോയും അഭിഷേകും ജാസ്മിനും ഈ ഒരു കാര്യത്തെ അനുകൂലിച്ച് സംസാരിക്കുമ്പോഴും സായി കൃഷ്ണ സംസാരിക്കുന്നത് നോറയെ ഒന്ന് ഷുഗർ കോട്ട് ചെയ്തിട്ടാണ്, നോറയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് സായിയുടെ ആ ഒരു ടോക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് പെട്ടെന്ന് ജാസ്മിൻ ഈ കാര്യത്തിൽ കയറി അങ്ങ് ഇടപെടുകയാണ്. സായി പുറത്തു മറ്റൊന്ന് പറയും, മറ്റുള്ള കണ്ടസ്റ്റൻസിനോടൊപ്പം ഒന്നിച്ചിരിക്കുന്ന സമയത്ത് സായിക്ക് തോന്നിയ രീതിയിൽ പറയും. പൊതുവെ മറ്റുള്ള വ്യക്തികളെ ഒന്ന് ഷുഗർ കോട്ട് ചെയ്ത് അവർക്ക് ഒരു പ്രശ്നം വരാത്ത രീതിയിലും തനിക്കൊരു അടി കിട്ടാത്ത രീതിയിലും ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കുന്നത് സായിയുടെ ഒരു പ്രത്യേകതയാണ്. മേ ബി അത് അദ്ദേഹത്തിന്റെ ഒരു ഗെയിം ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കാര്യത്തെ എടുത്തിടുകയാണ്. പിന്നീട് നമ്മുടെ ഹോട്ടൽ ടാസ്ക് നടന്ന സമയത്ത് ഈ പറയുന്ന സായി ഋഷി തന്നെ കള്ളനെന്ന് വിളിച്ചു എന്നുള്ള പേരിൽ ജാസ്മിന്റെ അടുത്ത് വന്ന് ഒരു പ്രാവശ്യം തന്റെ സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്സരക്കും സായിക്കും നന്ദനയ്ക്കും ഒന്നും ആ ഒരു സമയത്ത് ആ ഒരു ടീമിനെ കള്ള എന്ന് വിളിച്ച് ആ ഒരു സമയത്ത് അവിടുത്തെ മാനേജറായിട്ട് ഇരുന്നിരുന്ന ഋഷി അത്തരത്തിൽ സംസാരിച്ച കാര്യം ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ സായി ചെന്ന് ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലീവിംഗ് റൂമിൽ എല്ലാ കണ്ടസ്റ്റൻസും കൂടി ഒത്തിരുന്ന സമയത്ത് ഈ പറയുന്ന സായി അവിടെ വെച്ച് പറഞ്ഞു, അത് ടാസ്കിന്റെ ഭാഗമായിട്ടല്ലേ കള്ളാന്ന് വിളിച്ചത്, അതുകൊണ്ട് തന്നെ അത് പ്രശ്നമുള്ള ഒരു കാര്യമല്ല, ടാസ്കിന്റെ ഭാഗമായിട്ട് നമ്മൾ അത്തരത്തിലൊക്കെ ചെയ്തു പോകുമെന്നുള്ള രീതിയിൽ കണ്ടസ്റ്റൻസിന്റെ മുന്നിൽ വെച്ച് സായി പറഞ്ഞു. ജാസ്മിനോട് പറഞ്ഞത് ഇത്തരത്തിൽ എനിക്ക് ആ കള്ളാന്ന് വിളിച്ച ആ ഒരു വിളി എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ ജാസ്മിനോട് സംസാരിച്ചു. അപ്പൊ ജാസ്മിൻ ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ കയറി അഭിഷേക് ഇടപെടുന്നുണ്ട്. അപ്പൊ തന്നെ അഭിഷേകിനോട് ചോദിക്കുന്നുണ്ട്, തന്നോട് ഞാൻ വല്ലതും പറഞ്ഞു, തനിക്ക് അവിടെ മിണ്ടാതിരുന്നാൽ പോരെ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടുന്നതിനാണ്. അങ്ങനെ അഭിഷേകിന് കൊടുക്കുന്നുണ്ട് അതിന്റെ ഇടയിൽ അടി. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഋഷി ഇങ്ങാട് കയറി വരികയാണ്. എന്നിട്ട് ഋഷി ഈ കാര്യങ്ങളൊക്കെ കേട്ടു. എന്നിട്ട് സായിനോട് ചോദിച്ചിട്ടാണ് വരുന്നത്, എടാ അന്ന് നീ പറഞ്ഞതല്ലേ ടാസ്കിന്റെ ഭാഗമായിട്ടാണ് കള്ളാന്ന് വിളിച്ചത്, അത് നീ ആ രീതിയിൽ എടുത്തിട്ടുള്ളൂ, പിന്നെ എന്തിനാണ് ജാസ്മിന്റെ അടുത്ത് ചെന്ന് ഞാൻ നിന്നെ കള്ളാന്ന് വിളിച്ചത് ഹേർട്ട് ചെയ്തു എന്നൊക്കെ ചെന്ന് പറഞ്ഞത്. അപ്പോ സായി ചെറുതായിട്ടൊന്ന് പെട്ടു. പക്ഷെ സായിയുടെ ആ ഒരു ടോക്കിംഗ് സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞൊപ്പിച്ചു അവിടെ, എടാ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, നീ ആ ഒരു സമയത്ത് ഞങ്ങളെ ആ ഒരു ടീമിനെ കള്ളാന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾക്കത് ഹേർട്ട് ചെയ്തു. അപ്പൊ ഋഷി പറയുന്നുണ്ട്, എടാ ടാസ്കിന്റെ ഭാഗമായിട്ടാണെന്നുള്ള കാര്യം നിങ്ങൾ ലീവിംഗ് റൂമിൽ വെച്ച് പറഞ്ഞതല്ലേ, അത് നീ അത്തരത്തിലാണ് എടുത്തതെന്ന് ഞാൻ വിചാരിച്ചത്, പിന്നീട് ടാസ്കിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കാര്യം ഇത്തരത്തിൽ മറ്റൊരു വ്യക്തിയുടെ അടുത്ത് എന്ന് എനിക്ക് ഹേർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നത് മോശമല്ലേ എന്നൊക്കെ പറയുമ്പോൾ സായി പറയുന്നുണ്ട്, എടാ നീ മനസ്സിലാക്കണം, അത് ടാസ്കിന്റെ ഭാഗമായിട്ടാണ് എങ്കിലും എനിക്കത് പെട്ടെന്ന് ആ ഒരു കള്ളാന്ന് വിളി കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി. അപ്പോൾ ഋഷി പിന്നീടും പോയിന്റ് ഔട്ട് ചെയ്ത് ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ടാസ്കിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ എന്തൊക്കെ ചെയ്യും, നിങ്ങൾ ആ ഒരു ടീം ഇവിടുത്തെ റോബോട്ടിനെ കട്ടുകൊണ്ടുപോയി, പിന്നീട് ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് മോഷ്ടിച്ചു, ആ ഒരു സമയത്ത് സാബുമോൻ നിങ്ങൾക്ക് തന്ന ഒരു 20 പോയിന്റ് വാങ്ങിത്തരാനായിട്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അധികൃതരായിട്ടുള്ള എന്നോട് പറഞ്ഞു, ഞാനത് വാങ്ങാനായിട്ട് വന്നപ്പോൾ നിങ്ങൾ ഇനി ഗെയിമിലില്ല, നിങ്ങൾ പുറത്ത് പോവുകയാണെന്ന് പറഞ്ഞ് പോയി. പിന്നീടും ഈ ഒരു ഗെയിമിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ എടുക്കുക, റോബോട്ടിന് എടുത്തിട്ട് പോവുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത സമയത്ത് നമ്മൾ കള്ളാന്ന് വിളിച്ചു പോകും. നിന്നെ പേഴ്സണൽ ആയിട്ടൊന്നും അല്ലല്ലോ, ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ വിളിച്ചത്. അപ്പൊ തന്നെ സായി പറയുന്നുണ്ട്, എടാ എനിക്കത് മനസ്സിലായി, എങ്കിലും ആ ഒരു സമയത്ത് അത് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നി എന്നുള്ള രീതിയിൽ എങ്ങനെയോ സായി അത് പറഞ്ഞവിടെ ചൊപ്പിച്ചു. എന്തൊക്കെയാണെങ്കിലും ജാസ്മിന്റെ ഗെയിമാണ് നമ്മളിവിടെ കാണുന്നത്. എന്തൊക്കെയായാലും മറ്റുള്ള കണ്ടസ്റ്റൻസിലേക്ക് കുറച്ചുകൂടി ഡീവിയേറ്റ് ചെയ്ത് ഗെയിം കളിക്കാനായിട്ട് ജാസ്മിൻ ഇപ്പൊ ശ്രമിച്ചു വരുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ പറ്റിയൊരു എതിരാളിയായിട്ട് മാറാനായിട്ട് ജാസ്മിന് സാധിക്കും. ഇന്ന് രാവിലെ തന്നെ ജിൻഡോയെ ചൊറിഞ്ഞുകൊണ്ട് ജാസ്മിൻ ഒരു പ്രൊവോക്കിംഗ് ഗെയിം അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ജിൻഡോ അവിടെ വെച്ച് ജാസ്മിനെ ചൊറിഞ്ഞ ആ ഒരു ഗെയിമിനെ അവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിച്ചു.
അപ്പോൾ എന്തൊക്കെയായാലും നല്ലൊരു ഗെയിമറായിട്ട് മാറാനായിട്ട് ഈ ഒരു സമയത്ത് ജാസ്മിൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പുറത്ത് കുറച്ച് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം തോന്നിയിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യത്തിന് സപ്പോർട്ടേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായ ഒരു വ്യക്തിയാണ് ജാസ്മിൻ. പുറത്തുള്ള ആ ഒരു നെഗറ്റിവിറ്റിയും കൂടി ഇനി മുന്നോട്ടുള്ള നാളുകളിൽ നല്ല ഗെയിം കളിച്ച് തീർക്കാമെന്നുള്ള രീതിയിൽ ജാസ്മിൻ ഇനി എല്ലാ കണ്ടസ്റ്റൻസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് അടിപൊളിയായിട്ട് ഗെയിം കളിക്കാനായിട്ടുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്